ഇന്ന് ഈ ലോക സമാധാനത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ സമാധാനം അതിവിടെ പലരും ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, ഇവിടുത്തെ അന്തേവാസികളായ ഓരോ ആളുകളും. ഇന്ന് ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. പല വീടുകളിലും ഇന്ന് മക്കൾ കൂടെയില്ലാത്ത പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇന്ന് വിഷമിക്കുന്ന ആ വിഷമങ്ങൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരു യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ ആ അമ്മച്ചിക്ക് 2 മക്കളാണ്. മൂത്ത ആൾ അമേരിക്കയിലും രണ്ടാമത്തെ ആൾ ദുബൈയിലുമാണ്. ആ വീട് മൊത്തം CCTV വെച്ചിരിക്കുക. ആ അമ്മച്ചിയെ സഹായിക്കാൻ ഒരു സ്ത്രീയുണ്ട്. അവർ ഗേറ്റും വീടിൻ്റെ വാതിലും അടച്ചേക്കുക. ആ വീട്ടിലൊരാൾ വന്നാൽ ഈ മക്കൾക്ക് അലർട്ട് ചെല്ലും. അമേരിക്കയിലുള്ള ആൾ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകല, അയാൾ അവിടെ അലർട്ടായിരിക്കും. ഇവിടെ ഒരാൾ ഗേറ്റിൽ ചെന്നാൽ മതി. ദുബൈയിലുള്ള ആൾ പകലായതുകൊണ്ട് അയാൾക്ക് അലർട്ട് ചെല്ലും. ഗേറ്റിൽ ഒരാൾ ചെന്ന് കഴിയുമ്പോൾ ഈ മക്കൾക്ക് അലർട്ട് മൊബൈൽ ഫോണിൽ ആ ക്യാമറയുടെ അലർട്ട് ചെല്ലും. അവർ ആവശ്യമുള്ളവരാണെങ്കിൽ മാത്രം അമ്മച്ചിയെ വിളിച്ച് പറയും, അമ്മച്ചി ഗേറ്റ് തുറക്കാൻ പറയും. ഇല്ലാത്തവരെ പ്രവേശനമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ശാസ്ത്രം അത്രയും വളർന്നു കഴിഞ്ഞു. അതോടൊപ്പം സമാധാനവും. അസമാധാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾ സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ പല തിരുമേനിമാരൊക്കെ പറഞ്ഞു, ഇതൊരു ദൈവത്തിൻ്റെ ആലയമാണ്, സാഹോദര്യത്തിൻ്റെ ആലയമാണ്. ഒന്നുമില്ലാത്തവരാണ് എന്ന് ഈ ആശ്രയിലൊക്കെ വരുന്ന, അയ്യോ ഇത് ഒന്നുമില്ലാത്തവരല്ലേ? ഒന്നുമില്ലാത്തവരല്ല, അവർക്കെല്ലാവരുമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരാരും ഇല്ലാത്തവരല്ല, എല്ലാവരുമുണ്ട്. ആ എല്ലാവരെയും അവരൊരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ സമയം ചെലവഴിക്കുന്നു, എല്ലാം തമാശകളും കരച്ചിലും അവരുടെ വിഷമങ്ങളും എല്ലാം അവരൊരുമിച്ച് തീർക്കുന്നു. ഇതാണ് ആശ്രയം, ഇതാണ് സങ്കേതം.